ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അശ്വിനാണ്. നമ്മള് ബൂട്ട് നോക്കാൻ പോയിച്ചു. അപ്പൊ ഇന്നലെ ബൂട്ട് നോക്കാൻ പറ്റും. ഇന്നലെ ലീവ് ആയതുകൊണ്ട് തന്നെ ബൂട്ടോടെ പറഞ്ഞില്ല. നമ്മള് ബൂട്ട് വാങ്ങാൻ പോയി. ലേറ്റ് ആയിട്ട് എണീറ്റ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കി പെട്ടെന്ന് പോകണം. ഇതാണ് ഞങ്ങൾ ബൂട്ട് വാങ്ങാൻ പോകുന്ന ഷോപ്പ്. നല്ല ഹെവി ഷോപ്പാണ്. കുറേ കളക്ഷനൊക്കെ ഉണ്ട്. നോക്കുന്നുണ്ട്, എന്തൊക്കെയോ നോക്കുന്നൊക്കെ ഉണ്ട്. നല്ല ബൂട്ടാ. ഏതാ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നല്ല ബൂട്ടാ, കൊള്ളാലോ സാധനം. ഇതൊട്ട് നോക്ക്, സാധനം എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് കണ്ടപ്പോൾ ഈ സാധനം ഇതും കൊള്ളാം. കളറും കൊണ്ടൊക്കെ ഇതേതാ ബ്രാൻഡ്? സെക്കൻഡ് സെക്കൻഡ് ഇത് കൊള്ളാം. കാണാൻ നൈസ് ആയിട്ടുണ്ട്. ഷോർട്സ് ആണ്. ഷോർട്സൊക്കെ ആണോ? എൻ്റെ അടുത്തില്ലേ ഷോർട്സൊക്കെ? വീട്ടിലുള്ള അതോടെ വെച്ച് പോകും. നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഇത് ആവശ്യം വരുടാ. വേണമെങ്കിൽ വാങ്ങണോ? വാങ്ങാം. പൈസ പ്രശ്നമല്ലല്ലോ നമുക്ക്. ടീഷർട്ടൊക്കെ നോക്കണ്ടല്ലോ. എൻ്റെ അടുത്തില്ലേ ടീഷർട്ട്? ഉണ്ടോ? വേറെ ഉണ്ടല്ലേ? സ്റ്റൈല നല്ലത് നോക്കിയിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് അല്ലേ? ബൂട്ട് അതിനുണ്ട്. ഹലോ ഗായ്സ്, ഞാൻ ശരത്ത്. അപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ മെസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദിവസമായിട്ട് നമുക്ക് നേരെ പോവാ, ഭക്ഷണം കഴിക്കാം, മെസ്സിൽ പോയിട്ട് കാണാം. പക്ഷേ മെസ്സിൽ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാലിന് പ്രശ്നമുണ്ട്. സ്റ്റെയർ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് വണ്ടി വേണം കയറാൻ. ഈ കാലെടുത്തിച്ച് ഒരു കാല് ഇവിടെ കയറ്റിക്കുക, എന്നിട്ട് മെല്ലെ അടുത്ത കാല് അങ്ങനെ വേണം സ്റ്റെയർ കയറാൻ. അപ്പോൾ ആ മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഫുഡ് കഴിക്കലാണ്. കമോൺ. നമ്മൾ ഫുഡ് കഴിക്കണ മുന്നേ നമ്മൾ കുറച്ച് ഹൈജീനിക് ആയിരിക്കണം അല്ലേ? അങ്ങനെയുള്ള സാധാരണ പാത്രം കഴുകിയാൽ മതി. അത്രേ ഉള്ളൂ. നമുക്ക് പാത്രം കഴുകിത്തോളാം. നമുക്ക് പാത്രം ആദ്യം കഴിക്കാം. ഫസ്റ്റ് ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് പാത്രം കഴിക്കാം. ക്യാമറ പിടിക്കാൻ കുറച്ച് വീട്ടിൽ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെച്ച് നോക്കാം. പാത്രം കഴിക്കുന്നത് കാണാം. സാധാരണ പാത്രം കഴിയുന്നില്ല. സോപ്പ് എടുക്കുക, കഴിയുക. ജിമ്മിന്റെ സോപ്പ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല തിളക്കുണ്ട് കണ്ട. ഓക്കെ, ഇനി ചോറ് കഴിക്കാനുള്ള തിരക്ക്. ഇന്നലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലല്ലോ. ഇവിടെ നിന്ന് വെള്ളത്തിലിട്ട് അങ്ങനെ. ഓക്കെ, അപ്പം ഭക്ഷണം വളർന്നോ? നല്ല ചോറ്, പിന്നെ പച്ചടി, സാമ്പാറുണ്ട്, നല്ല മീൻ. തല മാത്രമേ കാണുന്നുള്ളൂ, വാലില്ല. ചോദിച്ചു പഠിക്കാം. അപ്പോൾ ഗോയിസ്, ഇന്നത്തെ ഉച്ചഭക്ഷണമാണ്. ഇഡിലം പോലത്തെ സാമ്പാറുണ്ട്, പൊരിച്ച മീനുണ്ട്, പിന്നെ നമ്മുടെ പച്ചടി. ഇത് കൂട്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിൻ്റെ സംസാരം കുറച്ച് സ്പീഡായി തോന്നുന്നുണ്ട് അല്ലേ? അത് ചെറിയൊരു ടെൻഷനുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. അതിൻ്റെയാണ്. ഇപ്പോൾ സാമ്പാർ കൂട്ടുക, കുറച്ച് പുളിശ്ശേരി ഇങ്ങനെ ഇടുക. പുളിശ്ശേരി അല്ല, പച്ചടി. അപ്പോഴേക്ക് മാറിപ്പോയി സാധനം. മീനിൻ്റെ ഒരു കഷ്ണം എടുക്കുക, അയില പൊരിച്ചത്. ഉപ്പില്ല, ഉപ്പ് എടുക്കണം. നല്ല ഷാവത്. ഇവിടെ കുറേ പേരുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തടുത്താണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ചു വന്നിരിക്കണം. അപ്പോൾ ചോറിയിട്ടേ പാത്രം ഫുള്ള് കാലിയായി. കഷ്ടപ്പെട്ട് തീർത്ത് അങ്ങനെ വേണം പറയാം. കുറച്ച് ആസ്വദിച്ചോളൂ, എന്നാലും കുഴപ്പമില്ലാണ്ട് ആസ്വദിച്ചു. നമുക്ക് ഇവിടെ ഒരാളൊക്കെ ഉണ്ട്. വേണ്ട, നമ്മളെ മെസ്സിൻ്റെ സ്വന്തം പൂച്ചയാണ്. അപ്പം എന്നാൽ കയ്യൊക്കെ കഴുകിയിട്ട് ലാസ്റ്റ് കാണാം. ഓക്കെ, ഹലോ ഗായ്സ്, ഞാൻ അങ്ങനെ വീണ്ടും വന്നു.
അപ്പോൾ ഇന്നത്തെ ഭക്ഷണം നമുക്ക് 5-ലൊരു 4 കൊടുക്കാം. 4 ഉണ്ട്, 4 കേട്ടാ. കാരണം എവിടെയും ഇങ്ങനത്തെ നല്ല ഫുഡൊന്നും കിട്ടില്ല. പക്ഷെ എന്തോ ഭാഗ്യം, ഞാൻ വന്ന് വർക്ക് ചെയ്ത ഒരു സ്ഥലം പറഞ്ഞ് കിട്ടിയില്ല. സ്ഥലത്താണ് അന്ന് പെട്ടതും ജോലി എടുക്കാന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം. പിന്നെന്താ വെച്ചാല് സമയം പെട്ടെന്ന് പോകും. വർക്കൊക്കെ ചെയ്ത് പെട്ടെന്ന് എന്തായാലും സമയം പോകും. അങ്ങനെയൊക്കെ ഇപ്പോ വൈകുന്നേരം ആക്കണം, 9 മണി ആക്കണം, എന്നിട്ട് വേണം റൂമിലോട്ട് പോവാൻ. അപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കാം. കാലിൽ ഇല്ലാത്തോണ്ട് ഭയങ്കര ടാസ്ക്കാണ്. സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. അപ്പോ നമ്മുടെ വൈദഗ്ധ്യാണ് ഈ രാത്രി കാണാം. റോഡ് ക്രോസ് ചെയ്യട്ടെ. വണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കാറുന്നില്ലേ, വണ്ടി വേണ്ടത്. അങ്ങനെ ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞ് ഇനി വീണ്ടും വർക്കിലേക്ക്. ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കണ്ടു. പക്ഷെ ഫോൺ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ബൈ. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ. രാത്രി കാണാം. രാത്രി ഞങ്ങളെ വേർപ്പിക്കലുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചുവരും. നേരത്തെ പോകും, അതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. ഇത് എന്താണോ നേരത്തെ പോയി, നല്ല വിശപ്പുണ്ട് തോന്നുന്നുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ ഒന്നും കൂടെ ബൈ. ഹലോ എന്നപ്പോൾ ഒന്നാമത് എന്താ പറയുക, ഷോപ്പ് കഴിഞ്ഞു. ഇന്ന് മെയിൻ ശരത്തിൻ്റെ വീഡിയോ കേട്ടോ. ഇന്ന് ശരത്ത ഉച്ചയ്ക്ക് ഫോൺ കൊണ്ടുപോയി ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഉച്ചയ്ക്ക് ശരത്ത് ഫോൺ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ വന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു ഷോപ്പിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു, ഫുഡ് കഴിച്ചു, അലക്കി. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. നമ്മളെ മെയിൻ വീഡിയോ എടുക്കുന്ന ശരത്തിന് ഇന്ന് വയ്യ, പനിയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒന്നും ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് കിടക്കുന്നുണ്ടൊക്കെ കണ്ട വയ്യ ഭാഗത്തിന്. അപ്പം ഇന്നത്രേ ഉള്ളൂ. അടുത്ത സംഭവം എല്ലാവരും പറയുന്നു നല്ല കണ്ടന്റ് ഇറക്കി, നല്ല സംഭവം ഇറക്കി പറയുന്നുണ്ട്. എന്തായാലും അടുത്ത് തന്നെ നല്ലൊരു കണ്ടന്റ് കിട്ടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ, ബൈ.